ഹേ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോണത് ഈ ഒരു മേക്കപ്പ് ലുക്കാണ്. ഈ ഒരു മേക്കപ്പ് ലുക്ക് നമുക്ക് പാർട്ടിക്കും വെഡ്ഡിങ്ങിനും ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു മേക്കപ്പ് ലുക്കാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു മേക്കപ്പ് ലുക്കാണ്, സിമ്പിൾ മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു മേക്കപ്പ് ലുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇന്ന് ആരെങ്കിലും പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. ഇതുവരെ എൻ്റെ ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾ റൈറ്റ് സൈഡ് വന്നിട്ട് റെഡ് കളറിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ആവും. അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ കൂടെ വരും. അതിനെയും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിനും കൂടെ ഒന്ന് സെലക്ട് ചെയ്താൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിലേക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഒരു വീഡിയോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോണത് എൻ്റെ സ്കിന്നിനെ നന്നായിട്ടൊന്ന് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോണത്. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യണത് ഹിമാലയയുടെ ബേബി ലോഷനാണ്. ഇത് ഞാൻ എൻ്റെ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഈ ഒരു ബേബി ലോഷൻ ടീനേജേഴ്സിനൊക്കെ ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത് ഞാൻ ഇവിടെ യൂസ് ചെയ്യണത് പ്രൈമറാണ്. നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ മസ്റ്റായിട്ട് നമ്മളെ ഫേസ് നമ്മൾ നന്നായിട്ട് പ്രൈം ചെയ്തിരിക്കണം. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യണത് എൻവൈബയുടെ പ്രൈമറാണ് കേട്ടോ. ഇതൊരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈമറാണ്. അപ്പോൾ ഞാൻ ഇതെൻ്റെ ഫേസിലൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ അടുത്ത് യൂസ് ചെയ്യാൻ പോണത് ഫൗണ്ടേഷനാണ്. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യാൻ പോണത് ലാക്മേയുടെ ഫൗണ്ടേഷനാണ് കേട്ടോ. നമ്മൾ യൂസ് ചെയ്യണ മുന്നേ നമ്മൾ ആ ബോട്ടിൽ നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തിട്ട് നമ്മൾ കയ്യിലോട്ട് കുറച്ച് ഫൗണ്ടേഷൻ എടുത്തിട്ട് അതിന് ജസ്റ്റ് നമ്മൾ സർക്കുലർ മോഷനിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഫൗണ്ടേഷനെ. ഇത് ഇച്ചിരി കൂടെ വാം ആവാൻ വേണ്ടിയിട്ടും നമുക്ക് നല്ലൊരു സ്കിൻ ടോൺ സ്കിന്നിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. പിന്നെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്യണ നമ്മളെ ഫൗണ്ടേഷൻ എപ്പോഴും നമ്മളെ സ്കിൻ ടോണുമായിട്ട് മാച്ച് ആകുന്ന ഒരു ഫൗണ്ടേഷൻ ആയിരിക്കണം. അപ്പോൾ ഈ ഫൗണ്ടേഷൻ നമുക്ക് ഇതേപോലെ നമ്മൾ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വെറ്റായിട്ടുള്ള ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കാം നമ്മളെ ഫേസിൽ. അപ്പോൾ നമ്മളെ ഫൗണ്ടേഷനൊക്കെ നമ്മളെ സ്കിൻ ടോണുമായിട്ട് നമുക്ക് മാച്ച് ആകാനും നന്നായിട്ട് ബ്ലെൻഡ് ആവാനും ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബ്യൂട്ടി ബ്ലെൻഡർ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന്. ബ്യൂട്ടി ബ്ലെൻഡർ നമ്മൾ വെള്ളത്തിലിട്ട് കുറച്ച് നേരം വെക്കുക, എന്നിട്ട് എടുത്തിട്ട് അതിനെ നന്നായിട്ട് ക്വീസ് ചെയ്തിട്ട് ആ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഒരു ടവൽ വെച്ച് നമ്മളൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളെ ഫേസിലോട്ട് നമ്മൾ ഇതേപോലെ ഡാബ് ചെയ്ത് കൊടുക്കാൻ മതി. റഫല്ല നമ്മൾ ചെയ്യേണ്ടത്, ഡാബ് ചെയ്താണ് കൊടുക്കേണ്ടത് കേട്ടോ. ഡാബ് ചെയ്താൽ മാത്രമേ നമ്മളെ ഫൗണ്ടേഷൻ നമ്മളെ സ്കിന്നിലോട്ട് നന്നായിട്ട് ബ്ലെൻഡ് ആകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുള്ളൂ. അല്ലാതെ നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ ബ്യൂട്ടി ബ്ലെൻഡറിൽ നമ്മൾ ഫൗണ്ടേഷൻ എല്ലാം നമ്മൾ സ്കിന്നിൽ ഫൗണ്ടേഷനൊന്നും ആവാതിരിക്കും. അപ്പോൾ ഇതേപോലെ നമ്മൾ നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മൾ ഫൗണ്ടേഷൻ. പിന്നെ സെലക്ട് ചെയ്യുന്ന ഫൗണ്ടേഷൻ എപ്പോഴും നമ്മുടെ സ്കിൻ ടോണുമായിട്ട് മാച്ച് ആകുന്ന ഫൗണ്ടേഷൻ ആയിരിക്കണം. അടുത്ത് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് കോമ്പാക്റ്റാണ്. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യണത് ലാക്മേയുടെ കോമ്പാക്റ്റാണ്. അപ്പോൾ കോമ്പാക്റ്റ് നമ്മൾ സ്കിൻ ടോണുമായിട്ട് മാച്ച് ആകുന്ന ഒരു കോമ്പാക്റ്റ് ആയിരിക്കണം. എപ്പോഴും നമ്മൾ സെലക്ട് ചെയ്യണ കോമ്പാക്റ്റും ഫൗണ്ടേഷനും നമ്മൾ സ്കിൻ ടോണുമായിട്ടുള്ള മാച്ച് ആകുന്ന ഒരു കോമ്പാക്റ്റും ഫൗണ്ടേഷനും മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യാവൂ. അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷനും കോമ്പാക്റ്റും ഒക്കെ കുറച്ച് കഴിയുമ്പോഴേക്ക് നമ്മളെ സ്കിൻ ടോണായിട്ട് കുറച്ചും കൂടി ഡാർക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോൾ സെലക്ട് ചെയ്താലും നമ്മൾ സ്കിൻ ടോണുമായിട്ട് മാച്ച് ആകുന്ന ഫൗണ്ടേഷൻ കോമ്പാക്റ്റൊക്കെ സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഫേസിൽ ഫുള്ളും നമ്മൾ കോമ്പാക്റ്റ് പൗഡർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് നമ്മളെ കണ്ണിൻ്റെ അടിയിൽ ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യണത് എൻവാബയുടെ കൺസീലറാണ് കേട്ടോ. ഇതൊരു നല്ലൊരു കൺസീലറാണ്. അത് നമ്മൾ അണ്ടർ ഐ നമുക്ക് ഡാർക്ക് ഏരിയയിലോട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ നമ്മൾ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നമുക്ക് ഡാബ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ യൂസ് ചെയ്യണ ഫൗണ്ടേഷനെ കാട്ടിയും ഒരു 1 സ്കിൻ ടോൺ അല്ലെങ്കിൽ ഒരു 2 പോയിൻറ്റ് കുറഞ്ഞ കളറിലുള്ള കൺസീലർ മാത്രമേ യൂസ് ചെയ്യാവൂ. എന്നാൽ മാത്രമേ നമ്മൾ ഫൗണ്ടേഷനായിട്ട് ഇത് മാച്ച് ആവൂ. അപ്പോൾ അടുത്ത് നമുക്ക് നമ്മുടെ ഐസൊക്കെ ഒന്ന് കളറാക്കാം. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യണത് മാർക്സിൻ്റെ ഐ ഷാഡോ പാലറ്റാണ്. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യണത് ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോണത് ഒരു ബേസ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോണത്. അപ്പോൾ ബേസ് അപ്ലൈ ചെയ്യണത് സ്കിൻ ടോണുമായിട്ട് മാച്ച് ആവണ ഒരു കളർ വെച്ചിട്ട് ഞാൻ ഐ ഷാഡോ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമ്മൾ ബേസാണ് കേട്ടോ. ഇതിപ്പോൾ എൻ്റെ 2 ഐസിലോട്ട് ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഐ ഷാഡോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഔട്ട്ഫിറ്റുമായിട്ട് മാച്ച് ആകുന്ന ഒരു ഐ ഷാഡോ ആണ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എൻ്റെ ഔട്ട്ഫിറ്റിലുള്ളത് ഒരു സ്കൈ ബ്ലൂ കളറാണ്. അപ്പോൾ ആ ഒരു ബ്ലൂ കളറിൻ്റെ ഐ ഷാഡോ ആണ് ഞാൻ ഫസ്റ്റ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഐലിഡ്സിൽ ഞാൻ എൻ്റെ സ്കൈ ബ്ലൂ കളറിലെ ഐ ഷാഡോ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ഡാർക്കായിട്ടാണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്യണം.
ഇത് നമുക്ക് രാത്രി പാർട്ടിക്കും വെഡ്ഡിങ്ങിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ്. ഒത്തിരി അങ്ങ് വലുതായിട്ടുള്ള മേക്കപ്പാണെന്ന് നമുക്ക് തോന്നും, പക്ഷേ ഇതൊരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ 2 ഐസിലോട്ടും ഈ ഒരു കളർ ബ്ലൂ കളർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ നമ്മുടെ ഔട്ട്ഫിറ്റിൽ ഒരു ഡാർക്ക് നേവി ബ്ലൂ കളറും കൂടെ ഉണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് ഞാൻ അപ്ലൈ ചെയ്യാൻ പോണത് ഒരു ബ്ലാക്ക് കളറാണ് കേട്ടോ. സൈഡിൽ കൂടെ ഒന്ന് ഷെയ്ഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനൊരു കുഞ്ഞ് ബ്രഷിൽ നമ്മൾ ഐ ഷാഡോ ബ്രഷിൽ ഞാൻ കുറച്ച് ഐ ഷാഡോ എടുത്തിട്ട് അതിൻ്റെ കുറച്ച് പ്രോഡക്റ്റ് ഞാൻ ഒന്ന് തട്ടി കളഞ്ഞിട്ട് എൻ്റെ സൈഡിലോട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ബ്ലാക്ക് കളറാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കണേ. ഞാൻ ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതിനെ നമ്മൾ നന്നായിട്ടൊന്ന് നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. എന്നാൽ മാത്രമേ അതിൻ്റെ കളർ നമുക്ക് എടുത്ത് കാണിക്കുള്ളൂ. അപ്പോൾ ഇതേപോലത്തെ ഒരു റൗണ്ട് ഷേപ്പിലുള്ളൊരു ബ്രഷ് ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എൻ്റെ ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്ത് കൊടുത്തില്ലേ, അവിടോട്ട് ഞാൻ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത് നമുക്ക് നമ്മൾ ഐ ലാഷസ് വെക്കാം, ഫേക്ക് ഐ ലാഷസ്. അപ്പോൾ ഞാനത് ഓഫ്ലൈനാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ എനിക്ക് ഐ ലാഷസ് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രോബ്ലമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ക്യാമറ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ഐ ലാഷസ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഗ്ലൂ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ലൈനർ അപ്ലൈ ചെയ്യാം. അപ്പോൾ അടുത്ത് നമുക്ക് നമ്മൾ ഐയിലോട്ട് നമ്മൾ ഗ്ലൂ ഒക്കെ ആയിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ലിക്വിഡ് ലൈനർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യണത് NYBയുടെ ലിക്വിഡ് ലൈനറാണ് കേട്ടോ. ഇതൊരു നല്ലൊരു മാറ്റ് ആയിട്ടുള്ള ഒരു ലിക്വിഡ് ലൈനറാണ്. അപ്പോൾ ഇത് നമുക്ക് നമ്മൾ ഒരു നൈസായിട്ടെന്ന് വെച്ചാൽ എന്താ പറയുക, ഒരു ലൈറ്റായിട്ട് നമ്മൾ ആ ഗ്ലൂ ഒക്കെ ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ലൈറ്റായിട്ട് ലിക്വിഡ് ലൈനർ അപ്ലൈ ചെയ്യുകയാണ്. അടുത്ത് നമ്മൾ ഐസൊക്കെ ഒന്ന് വലുതായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മൾ കാജൽ പെൻസിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യണത് NYBയുടെ കാജൽ പെൻസിലാണ് കേട്ടോ. ഇത് നമുക്ക് നമ്മൾ വാട്ടർ ലൈനിൽ നമ്മൾ ലോവർ വാട്ടർ ലൈനിലും കൂടെ നമ്മൾ അപ്പർ വാട്ടർ ലൈനിലും കൂടെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഐസ് കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആവാനും അതേപോലെ തന്നെ നമ്മൾ ഐസ് കുറച്ചും കൂടെ വലുതായിട്ട് ഒരു ലുക്ക് കിട്ടാനും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മൾ ആ കണ്ണിൻ്റെ താഴെ നമ്മൾ ലോവർ വാട്ടർ ലൈനിൽ നമുക്ക് ഇച്ചിരിയും കൂടെ ഒരു സ്മഡ്ജ് ഫ്രീ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബ്ലാക്ക് ഐ ഷാഡോ എടുത്തിട്ട് ലൈറ്റായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കുറച്ചും കൂടെ ഒരു സ്മോക്കി ലുക്ക് കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ അപ്ലൈ ചെയ്തിട്ടില്ല നമ്മൾ ഫേക്ക് ലാഷസിൽ ഗ്ലൂ ഇപ്പോഴും കാണുന്നുണ്ട്. അപ്പോൾ അടുത്ത് നമുക്ക് നമ്മൾ മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ മസ്കാര അപ്പർ ലാഷസിലും ലോവർ ലാഷസിലും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യണത് ഡാസ്ലറിൻ്റെ മസ്കാരയാണ് കേട്ടോ. ഇതൊരു അഫോർഡബിൾ ആയിട്ടുള്ളൊരു മസ്കാരയാണ്. അടുത്ത് നമുക്ക് നമ്മൾ ഐബ്രോസൊക്കെ ഒന്ന് ഡ്രോ ചെയ്ത് കൊടുക്കാം, കുറച്ചും കൂടെ ബ്ലാക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യണത് ADSൻ്റെ ഐബ്രോ പെൻസിലാണ്. അത് വെച്ചിട്ട് ഞാൻ ലൈറ്റായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത് ഞാൻ യൂസ് ചെയ്യാൻ പോണത് NYBയുടെ കൺസീലറാണ്. ഞാൻ നേരത്തെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഐബ്രോസൊക്കെ ഡ്രോ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലൂടെ നമുക്കൊന്ന് ഡ്രോ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഐബ്രോസ് കുറച്ചും കൂടെ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ഐ ഷാഡോ ഒക്കെ അപ്ലൈ ചെയ്ത സമയത്ത് നമ്മൾ കുറച്ച് ഐ ഷാഡോ കണ്ണിൻ്റെ താഴെയൊക്കെ വീഴുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ണിൻ്റെ താഴെ കൺസീലർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നോസിൻ്റെ സൈഡിൽ എനിക്ക് കുറച്ച് ബ്ലെമിഷസ് ഉണ്ട്, അതിനെയും കൂടെ ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ കൺസീലർ അപ്ലൈ ചെയ്തിട്ടുള്ളത്. പിന്നെ എൻ്റെ ഡാർക്ക് സർക്കിൾസും അതേപോലെ എൻ്റെ ചുണ്ടിൻ്റെ താഴെ കുറച്ച് ബ്ലെമിഷസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ള കൺസീലർ അതേപോലെ തന്നെ നമ്മൾ നേരത്തെ കുറേ പ്രാവശ്യം നമ്മളെ ഫേസിൽ നമ്മൾ കൈ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കോമ്പാക്റ്റൊക്കെ ഓൾമോസ്റ്റ് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഈ കൺസീലർ ഒരു ക്രീം പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതിനെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലൈറ്റായിട്ട് ഒന്ന് നമ്മൾ കോമ്പാക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യണത് നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള കോമ്പാക്റ്റ് തന്നെയാണ് ലാക്മേയുടെ. അത് നമുക്ക് ലൈറ്റായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ കഴുത്തിലും അതേപോലെ തന്നെ നമ്മൾ കാതിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക.
അപ്പോൾ അടുത്ത് നമുക്ക് നമ്മളെ ഫേസിൽ ബ്ലഷ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യണത് ഓറഞ്ച് കളറിൻ്റെ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ബ്ലഷാണ്. ഇതൊരു അഫോർഡബിൾ ആയിട്ടുള്ളൊരു ബ്ലഷാണ് കേട്ടോ. ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഹൈലൈറ്റർ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും ഞാനിവിടെ ഹൈലൈറ്റർ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ശിവാനിയുടെ ഹൈലൈറ്ററാണ്. ഇത് നമുക്ക് നമ്മൾ ഹൈലൈറ്റ് ചെയ്യണ ആ പോയിന്റിലോട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചീക്സിലും നോസിലും നമ്മൾ ചുണ്ടിൻ്റെ താഴെയും ഫോർഹെഡിലും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് മാത്രം അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് ഹൈലൈറ്റർ എടുത്തിട്ട് എൻ്റെ കണ്ണിൻ്റെ ആ ജോ ലൈനിലെ അവിടെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ, അവിടെ അപ്ലൈ ചെയ്തില്ലെങ്കിൽ ഞാൻ ഉറക്കത്തുനിന്ന് എണീച്ച് വന്നതുപോലെ ഇരിക്കും. അതുകൊണ്ടാണ് ആ 2 സൈഡും കൂടെ ഞാൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അടുത്ത് ഞാൻ യൂസ് ചെയ്യാൻ പോണത് ഒരു ക്രീമി മാറ്റ് ആയിട്ടുള്ള ഒരു ലിപ്പ് ലൈനറാണ്. ഇതൊരു ഓറഞ്ച് ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു പിങ്കി ഷെയ്ഡിൻ്റെ ഒരു ലിപ്പ് ലൈനറാണ്. ഇതിൻ്റെ പേര് സംഭവം ഞാൻ മറന്നുപോയി. ഐ തിങ്ക് ശിവാനിയോ മാക്സോ അങ്ങനെ എന്തോ ആണ് എൻ്റെ ഈ ഒരു ബ്രാൻഡിൻ്റെ പേര്. ഇത് ഞാൻ എൻ്റെ ലിപ്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് ലിപ്സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് സംഭവമാണ് ഈ ലിപ്പ് ലൈനർ. കാരണം ഇത് നല്ലൊരു ക്രീമി ആയിട്ടുള്ളൊരു ലിപ്പ് ലൈനറാണ് കേട്ടോ. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഇത് പെട്ടെന്ന് തന്നെ നമ്മൾ ലിപ്സിൽ ബ്ലെൻഡ് ആകും. അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ ഒരു പാർട്ടിക്കും വെഡിങ്ങിനും ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്ക്. അപ്പോൾ ഈ ഒരു മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ ചാനലിനെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. എൻ്റെ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ കൂടെ വരും. അതിനെയും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിനെയും കൂടെ ഒന്ന് സെലക്ട് ചെയ്താൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിലേക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ. പിന്നെ എൻ്റെ സോഷ്യൽ മീഡിയാസിലും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. സോഷ്യൽ മീഡിയാസിൻ്റെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ ടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ബൈ.